വിമാനാപകടത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നതേയുള്ളൂ. മഹാരാഷ്ട്രയിൽ നിന്ന് ഏതാണ്ട് 260 കിലോമീറ്റർ വരുന്ന ദൂരത്ത് ആണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപകട കാരണം എന്നത് സാങ്കേതിക തകരാർ എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എങ്കിൽ പോലും എന്ത് പിഴവാണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. 6 പേർ അടക്കം, അതായത് അജിത് പവാർ ഉൾപ്പെടെ 6 പേർ വിമാനത്തിലുണ്ടായിരുന്നു. സ്വകാര്യ വിമാനം എന്നതാണ് അറിയുന്നത്. അങ്ങനെ ചാർട്ട് ചെയ്യപ്പെട്ട, അതായത് ഈ ബാരാമതിയിലേക്ക് മുംബൈയിൽ നിന്ന് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട വിമാനം ആണ് അപകടത്തിൽപ്പെട്ടത്. അജിത് പവാറിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു എന്ന തരത്തിലൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ദൃശ്യങ്ങൾ എന്നത് ഏറെ വേദനാജനകമാണ്. ആ വിമാനം കത്തി അമർന്നുപോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, കത്തിച്ചാമ്പലായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് ഒരല്പം ഭാഗം മാത്രമാണ് വിമാനത്തിൻ്റെതായി അവശേഷിക്കുന്നത് എന്നത് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വിമാനം പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്നവർ എല്ലാവരും തന്നെ മരണപ്പെടുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഈ അപകടത്തിന്റെ കാരണം നമുക്ക് വ്യക്തമാകുന്നതേയുള്ളൂ. അപകടത്തിന്റെ സമയം, മറ്റു വിവരങ്ങൾ, പ്രത്യേകിച്ച് ഈ അപകടമുണ്ടായതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതൊരു ഒഴിഞ്ഞ പ്രദേശമായിരുന്നു. അവിടെ ഒരു താൽക്കാലിക ലാൻഡിങ്ങിനുള്ള സൗകര്യമായിരുന്നു ഒരുക്കിയത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു എന്നതിൽ ഉൾപ്പെടെ നമുക്ക് വ്യക്തതയില്ല. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അഭിലാഷ്? അഭിലാഷ്, രാവിലെ 8:10 അദ്ദേഹം മുംബൈയിൽ നിന്ന് ചാർട്ട് ചെയ്ത വിമാനത്തിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 5 പേരുമായി ബാരാമതിയിലേക്ക് പോകുന്നത്. അജിത് പവാറിന്റെ സ്വന്തം നാടാണ് ബാരാമതി. അവിടെ വിവിധ റാലികൾ സംഘടിപ്പിച്ചിരുന്നു, കർഷകരുടെ പരിപാടികൾ ഉണ്ടായിരുന്നു. സ്വന്തം നാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനും അവർ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കാനുമായാണ് അദ്ദേഹം ഇന്ന് രാവിലെ മുംബൈയിൽ നിന്ന് രാവിലെ 8:10 തിരിക്കുന്നത്. 8:45 കൂടിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം ഉണ്ടാകുന്നത്. ബാരാമതി വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ എത്തുമ്പോൾ അതിനെ ചില സാങ്കേതിക പിഴവുകൾ, സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവുകയും വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. DGCയുടെ റിപ്പോർട്ട് പ്രകാരം, പ്രാഥമിക നിഗമന പ്രകാരം ഇത്തരത്തിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുണ്ടായ നിയന്ത്രണം നഷ്ടപ്പെടലാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകുന്നത് വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പ്രദേശത്ത് ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു. അവിടെ തകർന്നപ്പോൾ തന്നെ പൂർണ്ണമായും വിമാനം കത്തി നശിക്കുന്ന കത്തി നശിച്ച ദൃശ്യങ്ങളാണ് നമുക്ക് പുറത്തു വന്നത്. ആദ്യത്തെ ദൃശ്യങ്ങളിൽ തന്നെ ചില ആളുകളെ സ്ട്രെച്ചറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ, ആംബുലൻസിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഈ അജിത് പവാർ ഈ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പിന്നീട് മിനിറ്റുകൾക്ക് തന്നെ അദ്ദേഹം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള സ്ഥിരീകരണം വന്നിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും ആരോഗ്യനില ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അദ്ദേഹം അന്തരിച്ചു, അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായി എന്നുള്ള വാർത്ത അതീവ ദുഃഖത്തോടെയും അതീവ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്, നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. മഹാരാഷ്ട്ര, നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനായിട്ടുള്ള ഒരു നേതാവായിരുന്നു അജിത് പവാർ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായാലും DGCA ഇക്കാര്യത്തിൽ എന്താണ് ഇതിൽ കൃത്യമായി സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. വിമാനത്തിലെ പൈലറ്റുകളടക്കം കൊല്ലപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് ഈ മണിക്കൂറിൽ പുറത്ത് പറയാനുള്ളത്. സ്വന്തം നാട്ടിലേക്ക് ഒരു നേതാവ് അവിടുത്തെ പാർട്ടി പരിപാടികളിലും കർഷകരുടെ ആവശ്യങ്ങൾക്കുമായി അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യം. അവിടെ അദ്ദേഹത്തെ എത്തിക്കാനും അദ്ദേഹത്തെ പാർട്ടി പരിപാടിയിൽ എത്തിക്കാനും അവിടുത്തെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തുന്ന ആൾക്കാർക്കുമെല്ലാം ഞെട്ടൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും കുടുംബവും എല്ലാം ബാരാമതിയിലേക്ക് ഇതിനോടകം തന്നെ തിരിച്ചു കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി ഇപ്പോൾ പ്രാഥമിക നിഗമനങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇതിൽ തീർച്ചയായും അഭിലാഷിത ദൃശ്യങ്ങൾ, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. അങ്ങേയറ്റം ദുഃഖകരമാകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല എന്നതാണ്. അതായത് തീ അണച്ചുവെങ്കിൽ പോലും ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും തീ പുകയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഏതാണ്ട് പൂർണ്ണമായും ഈ വിമാനം കത്തി അമർന്നുപോയി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആരും രക്ഷപ്പെടുവാനുള്ള സാധ്യതയില്ല. അജിത് പവാർ ഇപ്പോൾ AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് അനുശോചിക്കുകയാണ്. ഏതായാലും അതൊന്നും എൻ്റെ പരിഗണനയിൽ വരുന്നില്ല. എൻ്റെ ഒരു സഹോദരൻ്റെ
നിര്യാണം പോലെയുള്ള വേദനയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ദുരന്തത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോടും അനുയായി വർഗത്തോടും ഞങ്ങളുടെ കേരള ഘടകം NCPയുടെ അനുശോചനം രേഖപ്പെടുത്താനും സംതൃപ്ത കുടുംബങ്ങൾക്ക് വളരെ വേഗം യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. NCP നേതാവ് മന്ത്രി AK ശശീന്ദ്രനാണ് ഇപ്പോൾ അനുശോചനം അറിയിച്ചത്. വൈകാരികമായാണ് അദ്ദേഹം സംസാരിച്ചത്. വിമാനാപകടത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ ബാരാമതിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഡൽഹിയിലായിരുന്നു. ഇപ്പോൾ അതോടൊപ്പം തന്നെ NCP നേതാവും അതോടൊപ്പം അജിത് പവാറിന്റെ ബന്ധു ശരത് പവാറിന്റെ മകൾ കൂടിയായിട്ടുള്ള സുപ്രിയ സുലെ ഉൾപ്പെടെ ബാരാമതിയിലേക്ക് അപകട സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് പ്രൈവറ്റ് ജെറ്റായിരുന്നു എന്നതാണ് വിവരം. അതായത് എലാൻഡസ് ഏവിയേഷൻ പ്രൈവറ്റ് ബിസിനസ് ക്ലാസ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിൽ ഉള്ള ജെറ്റ് വിമാനം ആണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ലിയർ ജെറ്റ് 45XR എന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനം ആണ് അപകടത്തിൽപ്പെട്ടത്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുള്ള നിരവധി നേതാക്കൾ ഉൾപ്പെടെ ഇത്തരം യാത്രകൾക്ക്, സ്വകാര്യ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വിമാനം കൂടിയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്നതാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഉൾപ്പെടെ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇപ്പോൾ NCP നേതാവ് കൂടിയായിട്ടുള്ള ജോസ്മോൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസ്മോൻ, ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരായിരുന്നു. അദ്ദേഹം പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് അജിത് പവാർ. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ അധികാരത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ വിയോഗം എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അജിത് പവാർ ഫാമിലിയിലെ ഏറ്റവും കരുത്തനായ ജനകീയനായ നേതാവ് ഒരാളായി മാറിയിരുന്നു. കോൺഗ്രസിൽ പവാർജിയോടൊപ്പം പ്രവർത്തിക്കുകയും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ വളരെ ഉന്നതമായ അദ്വിതീയമായ ഒരു സ്ഥാനം അദ്ദേഹം കരസ്ഥമാക്കി. ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത് പൂനെയിലൊക്കെ വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ രാത്രി എത്ര വൈകിയാലും ഒരു 11 മണി 12 മണി കാണുമ്പോഴും ഒരു 2 മണി വരെ അദ്ദേഹത്തെ കാണാൻ മാത്രമുള്ള ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് ജനങ്ങൾ ഏതാണ്ട് മണിക്കൂറുകളോളം ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഒരു ക്ഷീണവുമില്ലാതെ അദ്ദേഹം പ്രവർത്തിക്കുന്ന ആളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആളുകളോട് വളരെ പരുഷമായി സംസാരിക്കാൻ ഇടപെടുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ വരുന്ന ആളുകളുടെ അടുത്ത് ഒരു നോ പറയാതെ ആളുകളെ കൃത്യമായി സഹായിക്കുന്നതിന് ഏതറ്റം വരെ കൂടെ നിൽക്കുന്നവരെ സഹായിക്കുക ഏതറ്റം വരെയും പോകാൻ മനസ്സുള്ള ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സാധാരണ ശരീരഭാഷയും പെരുമാറ്റ രീതിയും ഒരു ജനകീയ നേതാവിന് ഒട്ടും ചേർന്നതായിരുന്നല്ല. പക്ഷേ ആളുകൾ അദ്ദേഹത്തോടൊപ്പം എല്ലാ കാലവും നിലനിന്നിരുന്നു. മഹാരാഷ്ട്രയിലെ ഏറ്റവും കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവായി, ജനകീയ നേതാവായി അദ്ദേഹം ഉയർന്നു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സമയത്തുള്ള അദ്ദേഹത്തിന്റെ ആകസ്മികമായ നിര്യാണം തീർച്ചയായും മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം അദ്ദേഹം ഒരു വലിയ ജനകീയ നേതാവായിരുന്നു നമുക്ക് നോക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.